ഹലോ നമസ്കാരം ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് നോക്കുന്നത് അമ്പലത്തിൽ എന്തിനാണ് വഴിപാടുകൾ നടത്തുന്നത് എന്നുള്ളതാണ്. തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ഒരു വഴിപാട് കഴിപ്പിക്കണമെന്ന് മുത്തശ്ശി പറയുമ്പോൾ ദൈവത്തിൽ നിന്നും എന്തോ സംഘടിപ്പിച്ചെടുക്കാനുള്ള മുത്തശ്ശിയുടെ തന്ത്രമെന്നാണ് കുട്ടികൾ കളിയാക്കി പറയുന്നത്. എന്നാൽ ഇത് കളിയാക്കി പറയുന്നത് പോലെ വെറും ഒരു തന്ത്രമല്ല. നമ്മുടെ പൂർവികർ ഇതിനെ ഒരു ആരാധനയായാണ് കണ്ടിരുന്നത്. സാധാരണയായി ഒരു പാൽപ്പായസമോ അല്ലെങ്കിൽ വിളക്കോ പൂവോ വിളക്കോ കത്തിക്കുവാനുള്ള എണ്ണയോ ഒക്കെയാണ് വഴിപാടായി നേരാറുള്ളത്. ഒരു വഴിപാട് നേർന്ന് നിരന്തരം പ്രാർത്ഥിച്ച് മനസ്സ് ഈശ്വരനിൽ തന്നെ കേന്ദ്രീകരിപ്പിക്കുന്നത് കാരണം ഭക്തന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ശക്തി ചൈതന്യം ഉണരുകയും ഉദ്ദേശിച്ച കാര്യം ദൈവാനുഗ്രഹത്തോടെ നടത്താൻ ഭക്തൻ ശക്തനാവുകയും ചെയ്യുന്നുവെന്ന് നമ്മുടെ പൂർവികർ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. പൂജയ്ക്ക് ആവശ്യമായ വസ്തുക്കൾ ദേവന് വഴിപാടായി സമർപ്പിക്കുന്നതിലൂടെ നൽകുന്നയാൾ സ്വയം പൂജയുടെ ഭാഗമായും മാറുന്നുണ്ട്. ഈ വിഷയത്തിന്റെ സാധുതയെപ്പറ്റി പാശ്ചാത്യ നാടുകളിൽ നടന്നുവരുന്ന ഗവേഷണങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ല. എങ്കിലും നിരന്തരമായ ദൃഢസങ്കല്പത്തിലൂടെ എന്തും സാധിക്കുവാനുള്ള അനന്തമായ ശക്തി മനുഷ്യനുണ്ടെന്ന യാഥാർത്ഥ്യം ശാസ്ത്രലോകം അംഗീകരിച്ചു കഴിഞ്ഞു. വഴിപാടിലൂടെ ഭക്തന് ലഭ്യമാകുന്നതും ഇത് തന്നെയാണ്. വഴിപാട് നൽകാത്തവരും ക്ഷേത്രത്തിൽ ഭക്തിയോടെ ദക്ഷിണ കൊടുക്കുന്നത് കാണാം. ഈശ്വരനെയും രാജാവിനെയും ഗുരുവിനെയും കാരണവരെയും കാണാൻ ചെല്ലുമ്പോൾ വെറും കൈയായിട്ട് പോകരുതെന്ന് ചൊല്ല് ഭാരതീയ വിശ്വാസ സംഹിതയിൽ അരക്കിട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. താങ്ക് യു.